പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് അണിയിച്ചിരിക്കി ഈ ഓണം നാളുകളിൽ തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണല്ലോ ഖരീഫ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് അണിയിച്ചിരിക്കി ഈ ഓണം നാളുകളിൽ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഖരീഫയ്ക്ക് എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. ചിത്രത്തിൽ കമിയോ റോളിൽ രാരട്ടൻ കൂടി എത്തിയെങ്കിലും ചിത്രത്തിന് നല്ലൊരു അഭിപ്രായം, ഒരു സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രം സ്വന്തമാക്കി ആദ്യ ദിനം മികച്ച കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 12 കോടി പിന്നിട്ട ചിത്രത്തിന് എന്നാൽ ഇന്നലെ കളക്ഷനിൽ വലിയൊരു ഇടിവുണ്ടാകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ 2ാം ദിനമായിട്ടുള്ള ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം 2,55,00,000 രൂപയാണ്. ആദ്യ ദിനം 5,30,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം നേരെ പകുതിയോളമായിട്ട് കുറയുകയാണ്. 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 7,85,00,000 രൂപ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 19,90,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 40 കോടിയോളം ബഡ്ജറ്റ് ഒരുങ്ങിയ ചിത്രമായിരുന്നു ഖരീഫ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ശനിയാഴ്ച ദിവസം ആവറേജ് പെർഫോമൻസ് മാത്രമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിവിൻ പോളി ചിത്രം ബദ്രഹാം കുടുംബ യൂണിറ്റ് കത്തിക്കയറുകയാണ്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ബദ്രഹാം കുടുംബ യൂണിറ്റിനെ തകർക്കാൻ ഖരീഫയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ചിത്രം ഒരു ബോക്സ് ഓഫീസ് പരാജയത്തിലോട്ട് നീങ്ങും. എന്തൊക്കെയുള്ള ഓണം ദിനങ്ങൾ പ്രതീക്ഷയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുമോ എന്നൊക്കെ കണ്ടുകഴിഞ്ഞറിയാം. അപ്പം ഖരീഫ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.